ഈസി മണി എന്നുള്ളൊരു തോട്ട് എല്ലാവരുടെ മനസ്സിലുണ്ടെങ്കിലും അത് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളത് ആരുടെ മനസ്സിലുമില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമായിന്ന് വരില്ല. കിട്ടിയ ചുള്ളു വിലക്ക് പരിപാടി നടന്നു, ഒരു പണിയില്ല, ഒന്നുമില്ല. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു 2 ഹാക്ക് ഞാൻ പറഞ്ഞുതരാം. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷെഫീഖ്, ചാനലിൻ്റെ പേര് പോലെ തന്നെ 30+ ഷെഫീഖ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹൗ ടു മേക്ക് മണി ഈസിലി വിതൗട്ട് എനി ഹാർഡ് വർക്ക്. അതായത് പൈസ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാം, കൂടുതൽ കഷ്ടപ്പെടാതെ, കൂടുതൽ പണിയെടുക്കാതെ എങ്ങനെ പൈസ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഇന്ന് എല്ലാവർക്കും ആവശ്യം ഈസി മണിയാണ്. അതായത് കൂടുതൽ കഷ്ടപ്പെടാതെ, എല്ലാവർക്കും റിച്ച് ലൈഫ് വേണം, പക്ഷേ കംഫർട്ട് സോൺ വിട്ട് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടാണ്, ഹാർഡ് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ ഈസി മണി എന്നുള്ളൊരു തോട്ട് എല്ലാവരുടെ മനസ്സിലുണ്ടെങ്കിലും അത് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളത് ആരുടെ മനസ്സിലുമില്ല. അതിനുള്ള ട്രിക്കുകളാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇന്നത്തെ ആൾക്കാർക്ക് സക്സസ് ആവശ്യമാണ്, സക്സസ് ഇഷ്ടമാണ്, പക്ഷെ ആ സക്സസ് എങ്ങനെ വിത്തൗട്ട് സ്ട്രഗിൾ, ലൈക്ക് ബെഡിൽ നിന്ന് പോലെ എഴുന്നേക്കാൻ പറ്റാതെ സക്സസ് ആകാൻ പറ്റുമോ? അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് എല്ലാവർക്കും. ഇപ്പോൾ ഒരാൾക്ക് ട്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ അയാൾക്ക് അതിനെപ്പറ്റി പഠിക്കാനുള്ള സമയം അതൊന്നുമില്ല. അയാൾ വേറൊരാൾക്ക് കൊടുക്കും, അയാളോട് ചെയ്തു തരുമെന്ന് ചോദിക്കും. ലൈക്ക് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു സമയത്തിലൂടെ നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കണം. എല്ലാവർക്കും ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കണം, ഈസി ആയിട്ട് സക്സസ് വേണം. സക്സസ് എല്ലാവർക്കും വേണമെന്നുണ്ട്, പക്ഷേ അത് സ്ട്രഗിൾ ചെയ്യാനോ പണിയെടുക്കാനോ ആരും തയ്യാറില്ല. ഇനി നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിലായിട്ട് ഒഴിച്ചു കൂടാനാവാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി പറയാം. അത് ജിമ്മല്ല, നമ്മുടെ ജോബല്ല, അത് പ്രൊക്രാസ്റ്റിനേഷൻ, മടി. നമ്മൾ പറയും തിങ്കളാഴ്ച തൊട്ട് നമ്മൾ ജിമ്മിൽ പോകും, നമ്മൾ വർക്കൗട്ട് തുടങ്ങും, ഡയറ്റ് തുടങ്ങും, ഇതൊക്കെ പറയും, പക്ഷെ നമ്മൾ ചെയ്യില്ല. പിന്നെ നമ്മൾ വിചാരിക്കും അടുത്ത തിങ്കളാഴ്ച ആട്ടെ, എല്ലാ ആഴ്ച ഉണ്ടല്ലോ തിങ്കളാഴ്ച. പക്ഷെ രാത്രി നമ്മൾ മോട്ടിവേഷണൽ സ്പീക്കേഴ്സാണ്. രാത്രി നമ്മൾ പറയും നെക്സ്റ്റ് മോർണിംഗ് തൊട്ട് നമ്മൾ മല മറിക്കും, അങ്ങനെയാക്കും, ഇങ്ങനെയാക്കും. എന്നിട്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഫോൺ നോക്കും, സമയം നോക്കാൻ ഫോൺ എടുക്കായിരിക്കും. ഫോൺ നോക്കിയിട്ട് പിന്നെ ഫുൾ റീൽസ് പരിപാടി സ്ക്രോൾ ചെയ്ത് ആ സമയം അങ്ങനെ എടുത്ത് തീർക്കും. നമ്മൾ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്തു കഴിഞ്ഞാൽ പറയും ഞാൻ ഇത്ര ദിവസം കൊണ്ട് 10 മില്യൺ ഉണ്ടാക്കി, അത് ഞാൻ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞുതരാം. ബ്രോ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആവാൻ പറ്റുമോ മില്യനെയർ? ഇല്ല. അപ്പം നമുക്ക് വേണ്ടത് ഹാക്സ് അല്ല, ഹാബിറ്റ്സ് ആണ് വേണ്ടത്. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു 2 ഹാക്ക് ഞാൻ പറഞ്ഞുതരാം. 1, ലോട്ടറി എടുക്കുക. അടിച്ച് കിട്ടിയ ചുള്ളു വിലക്ക് പരിപാടി നടന്നു, ഒരു പണിയില്ല, ഒന്നുമില്ല. 2, പ്രാർത്ഥിക്കുക. യൂണിവേഴ്സിനോടാ പടച്ചനോടാ ആരെയാണോ നിങ്ങൾ വിശ്വസിക്കണം അവരോട്, എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പൈസക്കാരനാക്കി തരണേന്ന്. ഇത് രണ്ടുമില്ലാതെ വേറെ ഹാക്കൊന്നുമില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമായിന്ന് വരില്ല. സക്സസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്. സക്സസ് ബോറിംഗ് അല്ല, സക്സസ് ആക്ച്വലി അടിപൊളി പരിപാടിയാണ്. പക്ഷേ സക്സസ്സിലേക്കുള്ള വഴി ഉണ്ടല്ലോ, അത് ഭയങ്കര ബോറിംഗ് ആണ്. കാരണം നമുക്ക് എഴുന്നേക്കാൻ തോന്നുന്നില്ലെങ്കിൽ പോലും നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേക്കണം. നമുക്ക് വേണ്ടി ക്ലാപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആരില്ലെങ്കിലും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം നമ്മളാരും നോക്കുന്നില്ല, നമ്മളെ ആരും കാണുന്നില്ലെങ്കിൽ പോലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ അതിലേക്ക് എത്തുള്ളൂ. അതിന് വേറെ സീക്രട്ടോ മോട്ടിവേഷനോ ഹാക്സോ ഒന്നുമില്ല. വർക്ക് ചെയ്യുക, നേടിയെടുക്കുക. നിങ്ങളൊരു മാജിക് മണി ഹാക്ക് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ കണ്ടതെങ്കിൽ വെൽക്കം ടു ദ റിയൽ വേൾഡ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മടിയെല്ലാം മാറ്റി വെച്ച് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്കകത്ത് ഡിസിപ്ലിൻ എന്ന് കമൻറ്റ് ചെയ്യും. നമുക്ക് നോക്കാം എത്രത്തോളം ആൾക്കാർ ഇങ്ങനെ ഉണ്ടെന്നും എത്രത്തോളം നമുക്കത് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതും നമുക്ക് സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് വായി തോന്നുന്ന കാര്യങ്ങൾ പറയുന്നതാണ്. സോ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ ബാഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ചാച്ചാ ബൈ ബൈ.